അങ്ങനെ ഞാൻ ആദ്യമായി ദുബായിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വന്നത് അമ്മയുടെ മുഖമാണ്. ആദ്യമായിട്ട് അമ്മ കൂടെ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ, അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. നാട്ടിലെ പോലെ എൻ്റെ സീൻ പിടുത്തവും പരിപാടികളും ഒന്നും ഇവിടെ നടക്കില്ലല്ലോ. പിന്നെ വീഡിയോ കോളാണ് ഒരു ആശ്വാസം. ഞാൻ എന്നും അമ്മയെ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി. ആ സുന്ദരമായ മുഖവും സംസാരവും കേട്ട് ഞാൻ മതിമറക്കും. എൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ചിരി തെളിയും. പിന്നെ ആ മുഖത്ത് പലതര ഭാവങ്ങൾ മിന്നുമറിയുന്നതും ഞാൻ ശ്രദ്ധിച്ചു. ആദ്യമേ ഉണ്ടായിരുന്ന ആഗ്രഹമാണ് അവരെ എങ്ങനെയെങ്കിലും വളച്ച് പരിപാടി അവതരിപ്പിക്കണമെന്ന്. എന്നാൽ ദുബായിൽ വന്നപ്പോഴാണ് ആ ആഗ്രഹം ശക്തമായത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ എന്നൊക്കെ ഞാൻ ഒരു നിമിഷം സങ്കല്പിച്ചു. അങ്ങനെയൊരിക്കെ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന് ഞാൻ അമ്മയെ വീഡിയോ കോൾ ചെയ്തു. ഞാൻ എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷങ്ങൾ? ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അമ്മ: ഓ, നിന്റെ ചോദ്യം കേട്ടാൽ തോന്നും നീ 1 മാസം കഴിഞ്ഞാണ് എന്നെ വിളിക്കുന്നതെന്ന്. അതും പറഞ്ഞ് അമ്മ ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ എനിക്കും ചിരി വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നാണോ ഉദ്ദേശിച്ചത്? എങ്കിൽ പിന്നെ ഞാൻ ഇനി അമ്മയെ വിളിക്കുന്നില്ല, പോരെ? ഞാൻ ചിണുങ്ങി. സുധ: അയ്യോ മോനെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. നിന്റെ ചോദ്യം കേട്ട് പറഞ്ഞതാ ഞാൻ. ഓ, എന്തു ചോദ്യമാണാവോ? സുധ: ഞാൻ സുന്ദരിയാണ്, എന്താ വിശേഷം എന്നൊക്കെ മോൻ ചോദിച്ചില്ലേ? ഞാൻ: ഓഹോ, അതാണോ? സുന്ദരിയാണല്ലോ എൻ്റെ സുധാമ്മ. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞ്. പിന്നെ വിശേഷം അത് ഞാൻ നാട്ടിൽ വന്നാൽ ആക്കിത്തരുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് ഞാൻ പൊട്ടിച്ചിരിച്ചു. പക്ഷേ അമ്മ ചിരിച്ചില്ല. അവരുടെ മുഖമൊക്കെ മാറി ഒരു ഞെട്ടിയ ഭാവമായിരുന്നപ്പോൾ. സത്യത്തിൽ ഞാൻ അത് അറിയാതെ പറഞ്ഞു പോയതായിരുന്നു. അതും പറഞ്ഞു കഴിഞ്ഞാണ് അതിലെ അപകടം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞ മണ്ടത്തരമോർത്ത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. സുധ: ഞാൻ പിന്നെ വിളിക്കാം. അതും പറഞ്ഞ് അവർ കോൾ കട്ടാക്കിപ്പോയി. വീണ്ടും ഞാൻ വിളിച്ചെങ്കിലും അവർ ആ കോൾ എടുത്തില്ല, തിരിച്ച് വിളിച്ചില്ല. അങ്ങനെ പിന്നീട് 4-5 ദിവസത്തേക്ക് ഞാൻ അമ്മയെ കോൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അവർ കോൾ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരു വല്ലാത്ത കുറ്റബോധം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കൃത്യം 6-ാം ദിവസം രാത്രി ഞാൻ കിടക്കാൻ തുടങ്ങവേ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, മോനെ എന്ന് വിളിച്ചുകൊണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ അപ്പോൾ തന്നെ അമ്മയോട് തിരിച്ച് റിപ്ലൈ ചെയ്തു. അമ്മ ഉറങ്ങിയില്ലേ? സുധ: ഇല്ല മോനെ, ഉറക്കം വന്നില്ല. ഞാൻ: എന്താ, എന്നോട് ദേഷ്യമാണോ? വിളിച്ചിട്ടെടുക്കാത്തത് എന്താ? സുധ: ഒന്നുമില്ല മോനെ, വെറുതെ സംസാരിക്കാനൊന്നും ഉണ്ടായില്ല. പക്ഷേ മോനോട് മിണ്ടാത്തപ്പോൾ ഒരു വിഷമം, അതാ മെസ്സേജ് ഇട്ടത്. അമ്മ മിണ്ടാതിരുന്നപ്പോൾ എനിക്കും വിഷമമായി. ഞാൻ എന്തെങ്കിലും മോശമായി പറഞ്ഞെങ്കിൽ അമ്മ ക്ഷമിക്കുക കേട്ടോ. സുധ: മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ വിളിക്കട്ടെ അമ്മേ? സുധ: എന്തിനാണാവോ? ഞാൻ വെറുതെ കണ്ട് സംസാരിക്കാലോ. അപ്പോൾ അവർ എന്ന് മൂളി. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ കോൾ ചെയ്തു. അമ്മ കോൾ എടുത്തു. പക്ഷേ ആകെ മൊത്തം ഇരുട്ട് പടർന്ന അന്തരീക്ഷം. അമ്മേ, ഒന്നും കാണുന്നില്ല. ഇതെന്താ, ലൈറ്റ് ഓഫ് ആക്കിയോ? ഒന്ന് ലൈറ്റ് ഓണാക്കമ്മേ. സുധ: ഞാൻ കിടന്നു മോനെ, ഇനി വയ്യ എണീറ്റ് ലൈറ്റ് ഒന്ന് ഓണാക്കാൻ. ആണോ? എന്നാൽ ഞാനും ലൈറ്റ് ഓഫ് ആക്കാം, എന്നിട്ട് സംസാരിക്കാം. ഇരുട്ടിലുള്ള അവരുടെ രൂപവും ആ ശബ്ദവുമൊക്കെ കേട്ടിട്ടും മനസ്സിൽ ഓർത്തിട്ടും എനിക്ക് വല്ലാതായെങ്കിലും സമചിത്തത കൈവിടാതെ ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കൂ സുധാമേ എന്നോട്. പക്ഷേ എന്നോട് മിണ്ടാതെ ഇരിക്കല്ലേ. സുധ: മോനെ, എനിക്ക് മോനോട് ദേഷ്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറേ ദിവസമായി ആലോചിക്കുകയായിരുന്നു മോൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. ഇത് കേട്ടതോടുകൂടി
എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാൻ പാകത്തിലായി. എൻ്റെ തൊണ്ട വരണ്ടു. എന്ത് ഞാൻ പറയും? പറഞ്ഞാൽ എന്നോട് അമ്മ ഇനിയും മിണ്ടാതിരിക്കുമോ? കോൾ കട്ടാക്കിയിട്ട് പോകുമോ എന്നൊക്കെയുള്ള ഒരുപിടി ആശങ്കകളുമായി ഞാൻ വിറച്ചുകൊണ്ട് സംസാരം തുടർന്നു. ഞാൻ അറിയില്ല അമ്മേ, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ ഞാൻ അമ്മയെയാണ് നോക്കിയിട്ടുള്ളത്. അമ്മ ഒരു വല്ലാത്ത സുന്ദരിയാണ്. അതാ ഞാൻ അത്രയും പറഞ്ഞ് ഞാൻ നിർത്തി. സുധ, എന്തു പറ്റി മോനെ? സൗണ്ട് ഒക്കെ വല്ലാതിരിക്കുന്നേ. മോൻ എന്താ ഈ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? അതിനു മാത്രം സൗന്ദര്യം ഉണ്ടോ എനിക്ക്? ഞാൻ അറിയാം അമ്മേ, പക്ഷേ പറയാതിരിക്കാൻ പറ്റിയില്ല. അമ്മ അത്രയ്ക്കും സുന്ദരിയാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിസുന്ദരി, ദേവത, മാലാക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഞാൻ അത്രയും പറഞ്ഞതും അപ്പുറത്തു നിന്ന് അടക്കിപ്പിടിച്ച ഒരു ചിരിയാണ് ഞാൻ കേട്ടത്. പിന്നെ അത് പൊട്ടിച്ചിരിയായി. ഇരുട്ടായതുകൊണ്ട് ആ ചിരി കാണാൻ പറ്റുന്നില്ലെന്നു മാത്രം. സത്യത്തിൽ രണ്ട് നല്ല തെറി പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ. അപ്പോഴാണ് അവർ ചിരിക്കുന്നത്. എന്തായാലും അത് എൻ്റെ എല്ലാ ആശങ്കകളെയും കാറ്റിൽ പറത്തി എനിക്കും കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ആത്മവിശ്വാസം എനിക്ക് നൽകി. സുധ, എന്ത് കണ്ടിട്ടാടാ നിനക്ക് ഇത്രയൊക്കെ പറയാൻ തോന്നിയത്? ഞാൻ അത്രയൊക്കെ ഉണ്ടോ? അതും ചോദിച്ച് അവർ വീണ്ടും ചിരിച്ചു. ഇനി ഞാൻ അത് പറഞ്ഞിട്ട് എന്നോട് വീണ്ടും മിണ്ടാതിരിക്കാനല്ലേ? അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല. സുധ, അതൊന്നുമല്ലടാ. എന്തായാലും നീ പറഞ്ഞു നീ എന്നെയാണ് നോക്കുന്നതെന്ന്. എന്നാൽ പിന്നെ ബാക്കി കൂടെ പറഞ്ഞൂടെ? വേണ്ട, പിന്നെ അമ്മ മിണ്ടില്ല, എനിക്കറിയാം. സുധ, എടാ, നിനക്ക് അങ്ങനെയൊക്കെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനായിട്ട് നിന്നോട് മിണ്ടാതിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? അവരുടെ പറച്ചിൽ കേട്ട് എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. എൻ്റെ ഉള്ളിൽ അനക്കം സംഭവിച്ചു. എങ്കിലും എനിക്ക് അവരോട് അത് തുറന്നു പറയാൻ ഒരു മടി പോലെ. സുധ, എടാ പറയടാ, സമയം പോകുന്നു. അവർ ചിണുങ്ങി. ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയെ ഓർക്കാത്ത ദിവസങ്ങളില്ല. പണ്ടേ മനസ്സിൽ കയറിക്കൂടിയതാണ്. ഓർമ്മയുണ്ടോ അന്ന് ബർത്ത്ഡേക്ക് പട്ടുസാരിയിൽ അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സിലെ ഇഷ്ടം കൂടി. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഞാൻ അമ്മയ്ക്ക് തന്നപ്പോൾ അമ്മയും സ്നേഹത്തോടെ എനിക്ക് കേക്ക് തന്നു. പിന്നെ എന്നെ നോക്കി ഒരു കണ്ണുറുക്കി കാണിച്ചില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ഇനിയും ഇത് ഉള്ളിലൊതുക്കി നടക്കാൻ വയ്യ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു തീർത്തു. എന്നിട്ടും മറുപടിക്കായി കാത്തിരുന്നു. പിന്നെ കുറച്ച് നിമിഷത്തേക്ക് നിശബ്ദം. എന്തായിരിക്കും മറുപടി എന്നോർത്ത് ക്ഷമയില്ലാതെ കിളിക്കുഞ്ഞുങ്ങൾ തലയിലൂടെ മനസ്സിലൂടെയും മിന്നിമറഞ്ഞു. ഒന്ന് പാടിയാൽ ജീവിതം പോകും. സുധ, എന്തുവാ ഞാൻ കണ്ണിറുക്കി കാണിച്ചെന്നു? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ. ഞാൻ കാണിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുധ, എടാ ഇല്ല, ചിലപ്പോൾ കണ്ണിൽ പൊടി പോയപ്പോൾ കണ്ണ് ചിമ്മിയതാവും. അതാ നിനക്ക് അങ്ങനെ തോന്നിയത്. അതും പറഞ്ഞ് അവർ ചിരിച്ചു. ഞാൻ ശരി, എന്താണെങ്കിലും അപ്പോഴത്തെ ഭാവം കൊള്ളാമായിരുന്നു. സുധ, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. വീണ്ടും ചിരി. ഞാൻ നല്ല ചിരി. സുധ, ഞാൻ കണ്ടിരുന്നു അന്ന് നിന്റെ നോട്ടങ്ങളെല്ലാം. പക്ഷേ അതിങ്ങനെ ഒന്നാകും എന്ന് കരുതിയില്ല. അപ്പോഴത്തെ നോട്ടമാകും എന്ന് കരുതി. ഇതിപ്പോൾ അത്രയും പറഞ്ഞ് അവർ നിർത്തി. ഞാൻ അമ്മയെ ഓർക്കാത്തൊരു ദിവസം പോലും എനിക്കില്ല കേട്ടോ. സുധ, എനിക്കെന്താ പറയേണ്ടത് എന്ന് അറിയില്ല. നിന്നോട് ദേഷ്യവും തോന്നുന്നില്ല. നിന്നെപ്പോലെ ഒരു ചെറുക്കൻ്റെ ഉറക്കം കളയാൻ മാത്രം സൗന്ദര്യം എനിക്കുണ്ടോ മോനെ? ഞാൻ ഉണ്ട്. ആകാരഭംഗി, ആരെയും ആകർഷിക്കുന്ന അഴകളവുകൾ എല്ലാം എൻ്റെ ഉറക്കം കളയുന്നു. എനിക്കിപ്പോൾ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുണ്ട്. പ്രതീക്ഷയില്ലെങ്കിലും എന്നെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് ആ നിമിഷം ഓണാക്കപ്പെട്ടു. അവർ എൻ്റെ മുന്നിൽ തെളിഞ്ഞു. ഞാൻ സന്തോഷത്തോടെയും വെപ്രാളത്തോടെയും അവരെ നോക്കി.